ഇന്നത്തെ ഡിവിഷൻ്റെ ക്ലാസ്സിൽ ഈ ചോദ്യമാണ് ചെയ്യുന്നത് കേട്ടോ. 653 ഹരിക്കണം 6 ചെയ്യാൻ നല്ല ഈസിയാണ്. ഇത് ചോദിച്ചത് ഉഷ ആണ് കേട്ടോ. ഉഷ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല ഈസിയാണ് തോന്നൂലേ? പക്ഷെ ഇത് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഒരു 0 ചേർക്കേണ്ട കേസ്, അതായിരിക്കും സംശയം വന്നത്. അപ്പോൾ 653 നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ എഴുതുക? ആദ്യം വരുന്ന സംഖ്യ നമ്മൾ സൈനിൻ്റെ ഉള്ളിലാക്കും, രണ്ടാമത് വരുന്ന സംഖ്യ നമ്മൾ സൈനിൻ്റെ പുറത്താക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവിഷനിൽ. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ തെറ്റി. അപ്പോൾ നിങ്ങൾ സംഖ്യയുടെ നമ്പർ നോക്കിയിട്ടല്ല സൈനിൻ്റെ ഉള്ളിലാക്കുക, സംഖ്യയുടെ ഓർഡർ നോക്കിയിട്ടാണ്. ഇനി എന്താ ചെയ്യുക? ഈ സംഖ്യകളിൽ ഈ സംഖ്യ ഉണ്ടോ എന്നിങ്ങനെ നോക്കും. ഇത് 1 ഡിജിറ്റ് ഉള്ളൂ, അത് ഒരു നമ്പറുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് നോക്കാൻ. 6ൽ 6 ഉണ്ടോ നോക്കി. 6 ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? 1. അപ്പോൾ 6ൻ്റെ മുകളിൽ 1 എന്ന് എഴുതി. 1 × 6 6. 6ൽ നിന്ന് 6 കുറച്ചാൽ 0. അടുത്ത് നമ്മൾ 5 ഇറക്കിട്ടു. 5ൽ 6 ഉണ്ടോ നോക്കി. ഇത് ഇറക്കിയിട്ട സംഖ്യ കേട്ടോ. അപ്പോൾ 5ൽ 6 ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? 5ൽ 6 ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ഇറക്കിയിടും. എന്നിട്ട് 53 നോക്കും. അങ്ങനെയാണോ ചെയ്യുക? അല്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇറക്കിയിട്ട സംഖ്യയിൽ ഈ സംഖ്യ ഉണ്ടോ നോക്കും. അപ്പം ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഈ 5ൻ്റെ മുകളിൽ 0 ചേർത്ത് കൊടുക്കുക. ഇല്ല എന്ന് പറഞ്ഞിട്ട് 5ൽ 6 0 പ്രാവശ്യമാണുള്ളത്. അപ്പോൾ നമ്മൾ 0 ചേർത്ത്. ഇനി ഈ 3 ഇറക്കിയിട്ടു. ഞാൻ കുറേ ഡിവിഷൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ്സിൽ അവസാനം ഒരു എൻഡ് കാർഡ് വരുമല്ലോ, അവിടെ ഞാൻ ഡിവിഷൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം. അതിലെടുത്ത് നോക്കിയാൽ ഞാൻ അതിന് മുമ്പ് ചെയ്ത ക്ലാസ്സുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി 53ൽ എത്ര 6 ഉണ്ട്? 8 6. 8 × 6 48. 53ൽ നിന്ന് 48 കുറച്ചാൽ 5 എന്ന് കിട്ടും. ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 വര വരച്ചിട്ട് കഴിഞ്ഞു എന്ന് പറയും. നമ്മുടെ ഉത്തരം 108 നമുക്ക് ശിഷ്ടം, അതായത് റിമൈൻഡർ 5 എന്ന് കിട്ടിയത്. ഇനി ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കുക? ഈ സംഖ്യയെയും നമ്മൾ ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടണം. 8 × 6 48. ഇപ്പം നമ്മൾ 8 എന്ന് എഴുതി. 48-ന് ഈ 8 എന്ന് എഴുതി. ബാക്കി 4. 0 × 6 0. 0 + 4 4. 1 × 6 6. 648. ഇത് 648, ഇത് 653. അപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ? അല്ല. അപ്പോൾ എന്താ കാര്യം? നമ്മൾ ശിഷ്ടം കൂടി നോക്കണം. ശിഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ശിഷ്ടം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 648ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 653 കൂട്ടിക്കൊടുത്താൽ. നിങ്ങളൊന്ന് കൂട്ടി വെക്കുക. 653 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്താൽ ശരിയാണോ എന്ന് നോക്കൽ ഇങ്ങനെയാണ്. കിട്ടിയ ഉത്തരവും ഈ സംഖ്യയും തമ്മിൽ ഗുണിക്കും. എന്നിട്ട് ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഇതേ ആൻസർ കിട്ടും. 0 അല്ല എന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഈ ശിഷ്ടം കൂടി അതിൻ്റെ കൂടെ കൂട്ടിക്കൊടുത്താൽ ഈ ചോദ്യം കിട്ടും. അങ്ങനെയാണ്. ഇനി ഇത് നമ്മൾ പോയിൻ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക? ഈ ചെയ്തത് ഞാനൊന്ന് ചെയ്യട്ടെ ആദ്യം. ആ ചെയ്തത് നമ്മൾ 2 വരയൊക്കെ വരച്ച് നിർത്തിയില്ലേ, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ നമ്മൾ പോയിൻ്റ് ചേർക്കുക? കണ്ടോ, ഈ ചെയ്തതാണത്. കണ്ടില്ലേ? അത് ഞാൻ ഇങ്ങോട്ട് അതേപോലെ എടുത്തെഴുതിയതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് ചേർക്കും, ഇവിടെ ഒരു 0 ചേർക്കും. പോയിൻ്റ് ഇവിടെ വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ ഈ 0 ഇറക്കിയിട്ടു. അപ്പോൾ 5 എന്തായി? 50 എന്നായി. 50ൽ എത്ര 6 ഉണ്ട് നോക്കി. എത്ര 6 ഉണ്ട് 50ൽ? 8 തന്നെ. 8 × 6 48. 50ൽ നിന്ന് 48 കുറച്ചാൽ 2. 0 ചേർത്ത്. 0 ഇറക്കിയിട്ട് 20. 20ൽ എത്ര 6 ഉണ്ട്? 3. 3 × 6 18. 20ൽ നിന്ന് 18 കുറച്ചാൽ വീണ്ടും 2 എന്ന് കിട്ടും. നമ്മൾ 0 ചേർത്ത് 0 ഇറക്കിയിട്ട് 20. 20ൽ എത്ര 6 ഉണ്ട്? 3. 0 ചേർത്ത് 3 × 6 18. അത് എഴുതാൻ മറന്നു. 20ൽ നിന്ന് 18 കുറച്ചാൽ 2. നമ്മൾ 0 ചേർത്തിട്ടോ. ആ 0 ഇറക്കിയിട്ട് 20. ഇതിങ്ങനെ പോകും. ഇനി നിങ്ങൾക്ക് 20 18 20 18. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇവിടെ ഇങ്ങനെ 3 3 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ആൻസർ എന്താണ്? 108.83333 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അത് നമ്മളെങ്ങനെ എടുത്തെഴുതുക? ഒന്ന് നിർത്തിയിട്ട് 108. 2 സംഖ്യ മതിയെങ്കിൽ ആദ്യത്തെ സംഖ്യ ഇടും. രണ്ടാമത്തെ എഴുതുന്നതിന് മുമ്പ് മൂന്നാമത്തത് 5 അതിൽ കൂടുതലാണോ നോക്കും.
അതിൽ കൂടുതലാണെങ്കിൽ ഇത് നമുക്ക് 4 എന്നാക്കി എഴുതണം. അപ്പോൾ നമുക്കിവിടെ കുറവാണ് 5. അപ്പോൾ അത് 3 തന്നെ എഴുതിയാൽ മതി. 108.83 ചെയ്യാൻ നല്ല ഈസി അല്ലേ? പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 360 ഹരിക്കണം 180. ഇത് ഫ്രാക്ഷൻ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കുമെന്നാണ് ചോദിച്ചത്. അർജുനാണ് ചോദിച്ചത് കേട്ടോ. ചെയ്യാൻ നല്ല സുഖമാണേ. 360 ഡിവൈഡഡ് ബൈ 150. 2 0 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ എന്തായി? 36/15. ഇതിൽ 2ൽ കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 2നെയും 3 കൊണ്ട് കട്ട് ചെയ്യാം. 3ൽ എത്ര 3 ഉണ്ട്? 1. 6ൽ എത്ര 3 ഉണ്ട്? 2. 15ൽ എത്ര 3 ഉണ്ട്? 5. അപ്പോൾ സമം 12/5. അപ്പോൾ നമുക്കിതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അംശം വലുതും ഛേദം ചെറുതും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെ ആക്കും? 12 ഹരിക്കണം 5 ചെയ്യും. 12ൽ എത്ര 5 ഉണ്ട്? 2 5. 2 × 5 10. 12ൽ നിന്ന് 10 കുറച്ചാൽ 2. ഇനി പോയിന്റ് ഇട്ടൊന്നും ചെയ്യരുത്. നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 3 നമ്പർ വേണം. ഈ 3 നമ്പറും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ. അതിനെ നമ്മൾ ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതും. 2. 5 ഉണ്ട്, 2 ഉണ്ട്. ഇനി നമുക്കൊരു പ്രോപ്പർ ഫ്രാക്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനല്ലേ ഹരിച്ചത്? ഇതല്ലേ ബൈ 5. അപ്പോൾ ഇവിടെയും ഇതന്നെ ബൈ 5 എന്ന് വരാം. ബാക്കി എന്താ ഉള്ളത്? അതായത് ഈ 5, ഈ 5, ഈ 2, ഈ 2. അപ്പോൾ 2 2/5 എന്ന് ആൻസർ വരും. ഫ്രാക്ഷൻ ആക്കിയിട്ട് നമ്മൾ എഴുതുമ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് ആൻസർ കിട്ടുക. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് 85 ഹരിക്കണം 5. ഇത് സ്പെൻസർ മൊബൈൽ. അതാരാ ചോദിച്ചതെന്ന് അറിയില്ല കേട്ടോ. സ്പെൻസർ മൊബൈൽ എന്നാണ് കാണുന്നത്. ഇതെങ്ങനെ ചെയ്യുക? നല്ല സുഖമാണ് ചെയ്യാൻ. നമ്മൾ 85 ഉള്ളിൽ കൊടുത്ത് പുറത്ത് 5 എന്ന് കൊടുത്ത്. 8ൽ എത്ര 5 ഉണ്ട്? ഒരു 5. 1 × 5 5. 8ൽ നിന്ന് 5 കുറച്ചാൽ 3. നമ്മൾ 5നെ ഇറക്കിയിട്ട് 35. 35ൽ എത്ര 5 ഉണ്ട്? 7. 7 × 5 35. 35ൽ നിന്ന് 35 കുറച്ചാൽ 0. നല്ല ഈസി അല്ലേ ചെയ്യാൻ? അടുത്ത ക്വസ്റ്റ്യൻ 360 ഹരിക്കണം 24. ഇതും ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ ആദ്യം 360 എന്ന് എഴുതി, 24 എന്ന് എഴുതി. 3ൽ 24 ഉണ്ടോ? ഇല്ല. അപ്പം 36ൽ 24 ഉണ്ടോ? നോക്കി എത്ര എണ്ണം ഉണ്ട്? 1. 1 × 24 24. 6ൽ നിന്ന് 4 കുറച്ചാൽ 2. 3ൽ നിന്ന് 2 കുറച്ചാൽ 1. ഈ 0 ഇറക്കിയിട്ടു. 120. 120ൽ എത്ര 24 ഉണ്ട്? നമ്മൾ എന്ത് ചെയ്യും? 24 × ഒരു 4 ചെയ്ത് നോക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഒരു 24 × 5 ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾ അവസാനം നോക്കുക, 0 അല്ലേ? ഈ 4നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു അവസാനം ഒരു 0 കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ട്. അതേതാ? 5 × 4. 5 × 4 എന്ന് പറഞ്ഞാൽ 20. അവസാനം 0. അപ്പോൾ നമുക്കിതിനെ 5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ. 4 × 5 20. 20 കേട്ടോ. അതിന് ഞാൻ 0 എന്ന് എഴുതി, ബാക്കി 2. 2 × 5 10. 10ഉം 2ഉം 12. കറക്റ്റ് 120 എന്ന് കിട്ടിയില്ലേ? നമ്മളിവിടെ 5 എന്ന് എഴുതുക. 5 × 24 120. 120ൽ നിന്ന് 120 കുറച്ചാൽ 0. എന്താ? SAR കരാട്ടെ സിസ്റ്റേഴ്സ് അവർ ചോദിച്ചതാണേ. അടുത്ത ചോദ്യം 912 ഹരിക്കണം 8. ഇത് നല്ല ഈസിയാണ് ചെയ്യാൻ. ഇത് ചോദിച്ചത് കുഞ്ഞു മുഹമ്മദ്. അപ്പോൾ 912 നമ്മൾ എഴുതി, 8 എന്ന് എഴുതി. 9ൽ എത്ര 8 ഉണ്ട്? 1. അപ്പോൾ 1 × 8 8. 9ൽ നിന്ന് 8 കുറച്ചാൽ 1. ഈ 1നെ ഇറക്കിയിട്ടു കേട്ടോ. 11 എന്ന് കിട്ടി. 11ൽ എത്ര 8 ഉണ്ട്? 1. അപ്പോൾ 1 എന്ന് എഴുതി. 1 × 8 8. 11ൽ നിന്ന് 8 കുറച്ചാൽ എന്താ? 3. 2 ഇറക്കിയിട്ടു. 32. 32ൽ എത്ര 8 ഉണ്ട്? 4. 4 × 8 32. ഇതൊക്കെ നല്ല ഈസിയാണല്ലോ ചെയ്യാൻ. പിന്നെ എന്താ ചോദിക്കുന്നത്? ചെറിയ കുട്ടികളായിരിക്കും ചോദിക്കുന്നത് അല്ലേ? ഇനി അതേപോലെ 360 ഡിവൈഡഡ് ബൈ 36. ഇത് നല്ല ഈസിയാണ് ചെയ്യാൻ കേട്ടോ. 360 സൈനിൻ്റെ ഉള്ളിൽ പോയി 36 പുറത്ത് വന്നു. 3ൽ 36 ഉണ്ടോ? ഇല്ല. 36ലുണ്ടോ? 36 ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം.
ഇത് ചോദിച്ചത് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6ൻ്റെ മുകളിൽ 1 എന്നിട്ട് 1 × 36 36. 36-ൽ നിന്ന് 36 കുറച്ചാൽ 0. ഇനി ഈ 0-നെ ഇറക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 2 വര വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ 0-നെ ഇറക്കിയിട്ടിട്ട് ഈ 0-ൽ 36 ഉണ്ടോ നോക്കണം. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഇല്ല എന്ന് പറയാം. അതായത് 0 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 വര വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 10. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 360/36 നേരെ കട്ട് ചെയ്യുക. ഒരു 36 36 ഒരു 36 36 0-നെ മുകളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 10/1 എന്ന് കിട്ടും. 10/1 എന്ന് പറഞ്ഞാൽ 10. അടുത്ത ക്വസ്റ്റ്യൻ മനാഫ് മനു. അത് ചോദിച്ചത് 360 ÷ 15. 360 വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഇത് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. 3-ൽ 15 ഉണ്ടോ? ഇല്ല. 36-ൽ 15 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ നമ്മൾ 6-ൻ്റെ മുകളിൽ 2 എന്ന് എഴുതി. 2 × 15 30. നിങ്ങൾ ഗുണിച്ച് നോക്കുക. 1 അല്ല. അപ്പോൾ നിങ്ങൾ 15-നെ 2 കൊണ്ട് ഗുണിച്ച് നോക്കുക. 2 × 5 10. 10ക്ക് 0 ബാക്കി 1. 1 × 2 2 2ഉം 1ഉം 3. അങ്ങനെയാണ് 30 എന്ന് കിട്ടിയത് കേട്ടോ. ഇനി 36-ൽ നിന്ന് 30 കുറച്ച് എന്താ കിട്ടുക? 6. ഇനി നമ്മൾ ഈ 0-നെ ഇറക്കിയിട്ട് 60. 60-ൽ എത്ര 15 ഉണ്ട്? 4 15. കാരണം 2 15 30 അപ്പോൾ 4 15 എന്തായിരിക്കും? 60 ആയിരിക്കും. സംശയമുള്ളവർ എന്ത് ചെയ്യുക? ഇവിടെ പോയിട്ട് ഗുണിച്ച് വെക്കുക. 5 × 4 20. അതിന് നമ്മൾ 0 കൊടുത്ത് ബാക്കി 2. 1 × 4 4 4ഉം 2ഉം 6. നമ്മളിവിടെ 4 എന്ന് കൊടുക്കുക. 4 × 15 60. 60-ൽ നിന്ന് 60 കുറച്ചാൽ 0. ഇനി അടുത്ത ചോദ്യം ചോദിച്ചത് ലീന ചന്ദ്രനാണ്. 12 ഹരിക്കണം 8. 12 ഹരിക്കണം 8 നമ്മളിങ്ങനെ എഴുതി. ഇനി 1-ൽ 8 ഇല്ല. 12-ൽ എത്ര 8 ഉണ്ട്? ഒരു 8. അപ്പോൾ 1 × 8 8. 12-ൽ നിന്ന് 8 കുറച്ചാൽ 4. ചെറിയ ക്ലാസ്സിലാണെങ്കിൽ 2 വര വരക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? 0 ചേർക്കും, പോയിൻ്റ് ഇടും. ഈ 0-നെ ഇറക്കിയിട്ട് 40. 40-ൽ എത്ര 8 ഉണ്ട്? 5. 5 × 8 40. 40-ൽ നിന്ന് 40 കുറച്ചാൽ 0. നല്ല ഈസി ചെയ്യാനല്ലേ? ആൻസർ എന്താ? 1.5. അപ്പോൾ എല്ലാവരും സംശയമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ശരി.